ഒരാളെ ഇലക്ഷൻ്റെ വിശകലനവും മറ്റൊരാളെ വിശകലനത്തിനുള്ള ന്യായീകരണവും ഒരാളെ വിശദീകരണവും. AKG സെന്ററിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് ശ്രീ മണിയുടെ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് സർക്കാർ. ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നുമല്ല, ജനങ്ങളുടെ പൈസയാണത്. അത് മറന്നുകൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ധിക്കാരവും അഹങ്കാരവും, അധികാരം തലക്കടിച്ച പെരുമാറ്റം. അങ്ങനെയൊന്നും പാടില്ല. വെറുതെ ആവശ്യമില്ല തിരിച്ചറിഞ്ഞ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നത് നിങ്ങൾ. അങ്ങനെയൊന്നും എമ്മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് അത് അദ്ദേഹം പറഞ്ഞത്. അതേ കണ്ടുവരാം. അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിന് ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. ഭരണവിരുദ്ധ വികാരമൊന്നും പറയാറായില്ല. അതെന്താണ്, അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞോളൂ. പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.